എഫെസ്യർ 5:1 ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമർ 1:3 റോമയിൽ ദൈവത്തിനു പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും നാം നമ്മളുടെ ദൈവത്തിനു പ്രിയരും വിശുദ്ധരും ആകുന്നുവോ? നാം ആരെയാകുന്നു അനുകരിക്കുന്നത്? 1 യോഹന്നാൻ 3:1 കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയേക്കാൾ അധികമായി ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്ന പദവിയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സങ്കീർത്തനം 139:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നും വിധം തന്റെ സന്നിധിയിൽ നേരോടും നിഷ്കളങ്കതയോടുമാകുന്നുവോ നാം ഇന്ന് ജീവിക്കുന്നത്? അതോ നാം ദൈവത്തെ വ്യസനിപ്പിക്കുന്ന മക്കൾ ആകുന്നുവോ? എങ്കിൽ ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നും വിധം സങ്കീർത്തനം 51:9, 10, 11 വാക്യങ്ങളിൽ എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ എന്ന് ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് പ്രിയ മക്കളാക്കി തീർക്കും. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.